മോള് പൊയ്ക്കോ, അപ്പോഴും പള്ളിയോഗം കഴിഞ്ഞു വരാം. ഈ നാട്ടിൽ താമസിക്കുന്നവരിൽ 70% ക്രിസ്ത്യാനികളാ. എന്നിട്ടോ നമ്മുടെ MLA ഹിന്ദു, പഞ്ചായത്ത് പ്രസിഡന്റ് ഹിന്ദു, തഹസിൽദാർ ഹിന്ദു. നമ്മുടെ ആൾക്കാർക്ക് എന്തോ ഉണ്ട്, കുറച്ച് റബ്ബറും തേങ്ങയും മാത്രം. പിന്നെ ഉണ്ടെന്ന് പറയാൻ നമ്മുടെ റെപ്പായിച്ചന്റെ വക ഒരു കോളേജ്. അതുള്ളതും ഇല്ലാത്തതും കണക്കാ. പിന്നെ റെപ്പായിച്ചന്റെ തന്നെ ഒരു ആശുപത്രി. പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളിങ്ങനെ പിന്നോക്കം നിന്നാൽ ശരിയാവത്തില്ല. പൊതുക്കാര്യങ്ങളെല്ലാം ഹിന്ദുക്കളുടെ കയ്യിലാ. ഇതിനൊരു മാറ്റം വരണം. ഇനി ഈ നാട്ടിൽ നടക്കുന്ന പൊതുക്കാര്യങ്ങളെല്ലാം നമുക്കും പങ്കുണ്ടാവണം. അതിനൊരു തുടക്കമെന്ന നിലയ്ക്ക് ഇത്തവണത്തെ വള്ളംകളി മത്സരത്തില് നമ്മുടെ ആൾക്കാർ കൂടി പങ്കെടുക്കണം. അച്ഛൻ പറയുന്ന 100% ഞാൻ പിന്നാകുന്നു. പള്ളിക്ക് ഇഷ്ടം പോലെ കാശുണ്ടല്ലോ, കുറച്ച് ചെലവാക്കാം. ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമായി കണക്കാക്കണം. എങ്ങോട്ടോ? മൂത്രമൊഴിക്കാൻ. സ്റ്റഡി ടൈമിലാണ് മൂത്രമൊഴിക്കാൻ പോകുന്നത്. പോയിക്കോ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. എന്നെ പോലെ എൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാനുള്ള ശക്തി നീ നൽകണമേ. എന്നെയും എൻ്റെ കൂടെ ഹോസ്റ്റലിലുള്ളവരെല്ലാം നേർവഴിക്ക് നയിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാമായ ഹോസ്റ്റൽ വാർഡനച്ചന് യാതൊരു ആപത്തും വരുത്തരുതേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. However, the same stone in our hand while standing on the first floor has high energy. When we release the stone, it lands on the ground, releasing its energy. When an electron comes from an outer orbit closer to the center, it releases energy. എടാ അളിയ പാലുണ്ണി, പ്രാർത്ഥന കഴിഞ്ഞ? സ്റ്റഡി ടൈമിലാണോ ഇസ്തിരി ഇടുന്നത്? ചോദിച്ചു കേട്ടില്ലേ? അച്ഛോ, ഇത് അച്ഛന്റെ ലോഹയാ. ഹയെ കിടക്കുന്ന കണ്ടപ്പോ വേഗം ഇസ്തിരി ഇട്ടിട്ട് പഠിക്കട്ടാ. എങ്ങനെയുണ്ടോ കുട്ടികള്? ആരാണ് അവിടെ ചിരിക്കുന്നത്? നിന്നൊക്കെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തിനാണ് ചിരിച്ചത്? ഞാൻ ഫിസിക്സിൽ ഒരു തമാശ വായിച്ച് അറിയാതെ ചിരിച്ചു പോയതാ. തമാശ? ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ. മോനെ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ഒന്ന് ഈ ജന്മത്ത് നന്നാവില്ല കേട്ടോ. താങ്ക് യു ഫാദർ. ഇരുന്ന് പഠിക്കാം. കള്ളപ്പിള്ളര്. അളിയ, കംപ്ലീറ്റ് ആൾക്കാരെ വിളിച്ചോ. വാർഡൻ ചുണ്ടലി ഇപ്പൊ കിടന്നുറങ്ങിക്കോളും. ശരിയാ. ഗുഡ് മോർണിംഗ് സർ. എയർ കണ്ടീഷനിങ്ങുള്ള മുറി വേണം. അഡ്രസ് ടി മത്തായി, ഷീർവാണി, മധുര. ഇവിടെ. അഡ്വാൻസ്. അഡ്വാൻസ്? ഇയാൾ ഇവിടെ പുതിയതാണല്ലയോ? ഫോണല്ലയോ ഇരിക്കുന്നത്? വിളിച്ചു ചോദിക്കേ. 3477 കൊച്ചു മുതലാളിയെയോ വലിയ മുതലാളിയോ വിളിച്ചു ചോദിക്ക്. തട്ടയില് മത്തായിയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിക്കണമെന്ന്. എന്നാ തന്തയും മോനും എനിക്കും പലതിനും അഡ്വാൻസ് തരേണ്ടി വരും. പറഞ്ഞേരെ. സോറി സർ.
അച്ചായനുണ്ട്. ആരാ മോളിക്കുട്ടി? അപ്പച്ചനെ കാണാമെന്ന് ആരേണ്ട. അപ്പച്ചൻ പള്ളി പോയിരിക്കും, ഇപ്പൊ വരും. അല്ല, എനിക്ക് ഇത്തിരി തിടുക്കുണ്ടായിരുന്നു. മോളിക്കുട്ടി, അച്ചായൻ കാണണ്ട. ഞാൻ ഇങ്ങോട്ട് മാറിയേക്കാം. ഞാൻ ഇറങ്ങുവാ. ഉച്ചയ്ക്ക് ഉണ്ണാനുണ്ടാവും. അതോ ഇന്നലത്തെ കോലത്തിലാവോ വരവ്? ചെലവാക്കാനല്ലടി, കളിയല്ലേ, ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും. അല്ലേ തന്നെ ഒരുപാടില്ലേ, അനുഭവിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എടാ മുടിഞ്ഞോനെ, രാവിലെ തന്നെ ആ പെങ്കൊച്ചിനെ കുറ്റം പറയാതടാ. നോക്കിയ ഡോക്ടർമാരൊക്കെ നിനക്കാ കുഴപ്പമെന്നല്ലേ പറഞ്ഞത്? അമ്മച്ചി, ഞാനൊരു തമാശ പറഞ്ഞതല്ലയോ. എങ്ങോട്ടാടാ? പള്ളിയിൽ പോക്കൊന്നും. പിന്നെ ഞാൻ പോവാ. ഉച്ചക്കുർബാന കഴിഞ്ഞിട്ട് വേണം മില്ലി പോവാൻ. പാടി. ഞാൻ ഉദ്ദേശിക്കാത്ത ഒരർത്ഥത്തിലാണ് അമ്മച്ചി എടുത്തത്. ഒരു കാര്യം ശരിയാ, വലിയ മിറാക്കളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളെന്നൊരു ഭാഗ്യം നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. എന്ന് വെച്ച് നീ ചെറുപ്പമാണ്, മറ്റൊരു വിവാഹം കഴിക്കുന്നൊക്കെ പറയാൻ മാത്രം മഹാനല്ല ഞാൻ. നീ പോയാലും നിന്നെ ഞാൻ വിടുകല. എനിക്ക് നിന്നെ വേണം. രാവിലെ എന്താ അച്ചായ ഇങ്ങനെയൊക്കെ? അയ്യോ അപ്പച്ചൻ, പാപ്പി പാപ്പി, എന്തോ പന്നെ കഴിവാടവനെ അപ്പം വരുന്ന കണ്ടില്ലാടാ. എടാ വണ്ടി ഇറങ്ങണ പാപ്പി കഴിവേടാ മോൻ. എന്തിനാ ഇറങ്ങണ തന്തയ്ക്ക് പുറക്കാട്ടോനെ. എങ്ങോട്ടാ രാവിലെ? ഇത് കാശിൽ എടുക്കോട്ട്. ആഴ്ചയിൽ 6 ദിവസം അറക്കപ്പൊടിക്കത്തും തേയിലപ്പൊടിക്കത്തും കിടന്ന് ഉരുളുന്ന എനിക്ക് 7ാമതൊരു ദിവസം 250 രൂപ ചെലവാക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലയോ? 250 രൂപ ഉണ്ടായത് 2500 രൂപ കാണുമായിരിക്കും. 2500 രൂപ ഉണ്ടായത്. ഇത് 10000 രൂപ ഉണ്ട്. അയ്യോ അപ്പച്ച, ഇത് മുഴുവൻ എനിക്ക് ചെലവാക്കാനല്ല. മലപ്പുറത്ത് നിന്ന് 3 കൂപ്പ് തടി വന്നു, നിലമ്പൂരിൽ നിന്ന് 4 കൂപ്പ് തടി വന്നു. ലോഡിംഗ് അൺലോഡിംഗ്, കയറ്റുകൂലി കയറ്റിറക്കുകൂലി, അട്ടി മറി. പാപ്പി, ആരാണ്? ആർക്കറിയാം? ആരായാലും ദീർഘായുഷ്മാനായിരിക്കട്ടെ. നല്ല നേരത്തെ വന്ന് കയറിയത്. എവിടെ? ഞാൻ ഡ്രാഫ്റ്റ് അയച്ചിരുന്നല്ലോ, കിട്ടിയില്ലേ? കിട്ടി. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം സംസാരിക്കാനുണ്ടായിരുന്നു. നീ അകത്തോട്ട് വാ. മുതലാളി, പിഴച്ചുണ്ടായ കൊച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടുന്ന് 3-4 ഏക്കർ സ്ഥലം തന്നിട്ടുണ്ട്. 3-4 15 ഇല്ലയോടാ? കണക്ക് പറയുമ്പോ അത്രയൊക്കെ ഉണ്ടാവും. മൊട്ടക്കൊന്നും പാറയോ കഴിഞ്ഞു വരുമ്പോ അതൊക്കെ പോട്ടെ. നീ ഇപ്പൊ എന്നതാ പറഞ്ഞോണ്ട് വരുന്നേ? മുതലാളി, കൊച്ചിന് വയസ്സ് 10-17 ഇക്കൊല്ലല്ലേ, അടുത്ത കൊല്ലം അതിനെ കെട്ടിച്ചു വിടാനുള്ളതാ. പൊന്നുപോലെയാ എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തുന്നത്. ഈ 4 ഏക്കർ മൊട്ടക്കൊന്നും കണ്ടോണ്ട് വരുന്ന കണ്ട ആപ്പൂപ്പയ്ക്കൊന്നും ഞാൻ എന്റെ മോളെ കൊടുക്കത്തില്ല. കൊടുക്കണമെന്ന് മുതലാളിയും പറയത്തില്ല. എനിക്കറിയാം. ജനനദോഷം. എവിടെ ഇരിക്കേണ്ട കുഞ്ഞാ അത്? ഈ മത്തായിയുടെ മോളായിട്ട് കഷ്ടപ്പെടാനാ അതിന്റെ വിധി. 6-7 തലമുറയ്ക്ക് കഴിയാനുള്ളത് ഇവിടുന്ന് ഉണ്ടാക്കിയില്ലേ? മൂന്നാറിലുള്ള ഇവിടുത്തെ എസ്റ്റേറ്റ് ആ കുഞ്ഞിന്റെ പേരിൽ എഴുതി കൊടുത്താൽ അതിനൊരു ജീവിതം കിട്ടും. ആരൊക്കെ ഇപ്പൊ ചെയ്ത കുട്ടപ്പായി അറിയും. അവൻ അറിയണ്ട, അറിയാൻ പാടില്ല. അല്ല, ഇന്നല്ലെങ്കിൽ നാളെ അറിയാതിരുന്നാൽ ഒക്കുമോ? ഒക്കും, ഒക്കണം. അവളിപ്പോ സാരി ഉടുക്കാറായി കാണുമല്ലോ. ഉടുക്കാറായി. വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് വാങ്ങുണ്ടോ? കൊല്ലാകൊല്ലം ഇവിടുന്ന് നിൽക്കുന്നതല്ലേ അവൾ ഉടുക്കാറ്. ദേ 4-5 സാരി ഉണ്ട്, ഇതങ്ങ് കൊടുത്തേക്കൂ. ഇത് പറ്റുമോ? തൽക്കാലം നീ പോ. ഞാൻ സ്കൂട്ടർ.
ആഹാ കുട്ടപ്പായി കോളടിച്ചല്ലോ. അത് പിന്നെ ചീട്ടുകളി തുടങ്ങി പിടിച്ചുപറി വരെ എവിടെ അവൻ നേടും. ഇല്ലിക്കൽ റപ്പായുടെ മോനല്ലേ? ആ എനിക്ക് പറയാനൊരു തന്തയുണ്ട്. വേറെ ചിലരോടൊക്കെ തന്ത ആരാണെന്ന് ചോദിച്ചാലേ അമ്മ വീട്ടുകാരാണെന്നോ രാജപരമ്പരയാണെന്നോ ദിവാൻ ബേഷ്കാരുടെ അനന്തരവനാണെന്നോ ഒക്കെ പറയാനേ ഒക്കൂ. വർക്കേ സംഗതി അതൊന്നും അല്ല കേട്ടോ. പണ്ട് ഇവിടത്തെ കുറെ അമ്മച്ചിമാര് ക്രിസ്ത്യാനിയുടെ അല്ല കേട്ടോ, വലിയൊരു കെട്ടുവള്ളത്തെ തിരുവനന്തപുരത്ത് പോയി ആറ്റുകാല പൊങ്കാല കാണാൻ. അങ്കവും കണ്ട് താളിയോടിച്ചെന്ന് പോലെ പൊങ്കാലയും കണ്ട് വേറെ ചിലതൊക്കെ സാധിച്ച്. എന്തൊക്കെ പറഞ്ഞാലും അനന്തര തലമുറയുടെ മുഖത്ത് ഒരു രാജകലയുണ്ട് കേട്ടോ. കേട്ടോടാ രാമുണ്ണി, എന്തോ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആൾക്കാർ പണ്ട് പോലെ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. 500 തലമുറ പുറകോട്ടെടുത്താലും നമ്മുടെ ജാതി മതവും ഒക്കെ ഒന്ന് തന്നെയാ, അല്ലേടാ? അതെ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? സൂചി ഗോതമ്പും പാൽപ്പൊടിയും കിട്ടാൻ വേണ്ടി ഓശാനപാട് നടന്നവന്മാരൊക്കെ ഇന്ന് മിടുക്കന്മാരായി പോയി. ഞാൻ നിർത്തി. എടോ പഠിക്കരേ, താനൊന്ന് ഇങ്ങോട്ടിട്ടു, ഞാൻ തിരിച്ചൊന്ന് അങ്ങോട്ട് വിട്ടു. തീർന്നേ? തീർന്നു. എന്നാ വാ ഒരു കാര്യം പറയട്ടെ. പാടോ. ഞാനേ നമ്മുടെ കൂട്ടുപുഴ എസ്റ്റേറ്റ് റീപ്ലാന്റ് ചെയ്യാൻ പോവാ. പക്ഷെ അവിടെ വെള്ളം കിട്ടുകയില്ല. വഴിക്ക് വീതി കൂട്ടി കൊടുക്കാമെങ്കിൽ പൈപ്പ് ലൈൻ ഇട്ട് തരാമെന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. വഴിക്ക് വീതി കൂട്ടിയാൽ എനിക്ക് മാത്രമല്ല തനിക്കും ഉണ്ട് പ്രയോജനം. അങ്ങനെയാണോ? എങ്കിൽ കൂട്ടിക്കോ. ആ പക്ഷേ ആ കലുങ്കിനടുത്തുള്ള വളവാ പ്രശ്നം. തന്റെ തോട്ടത്തിൽ നിന്ന് ഒരു 4-5 മരം വെട്ടി മാറ്റിയ ആ തേണി അങ്ങ് നേരെയാവും. പിന്നത്തെ കാര്യം ഞാൻ ഏറ്റു. എന്തോ കേട്ടോടാ രാവുണ്ണി, എന്റെ റബ്ബർ വെട്ടിയിട്ട് ഇല്ലിക്കൽ റപ്പായിയുടെ മോൻ നേട്ടം. വെള്ളമില്ലെങ്കിൽ ബോർവെല്ല് ഉണ്ടാക്കണോ? അതിനും സർക്കാരിന്റെ ഓസ് പിടിക്കാതെ. എന്നാലേ തന്റെ റബ്ബർ മരം ഞാൻ വെട്ടും ഞൊട്ടും. അതിനും ചുണയുള്ളവന്മാരൊന്നും ഇപ്പൊ ഈ നാട്ടിലിടൂ. പണ്ടൊരുത്തനുണ്ടായിരുന്നു, കന്നുകൂട്ടുകാരൻ ഇല്ലിക്കൽ പത്രോസ്. നമ്മുടെ ഇല്ലിക്കൽ റപ്പായുടെ തന്തേ. പത്രോസിന് 20 അരിയുടെ പഴങ്ങഞ്ഞിയും 2 പച്ചമുളകും കൂടെ കൊടുത്താൽ അവൻ വിട്ടും. എന്ത് ചെയ്യാം, ചത്തുപോയി. ഇനിയിപ്പൊ കുഴിമാടത്തിൽ നിന്ന് വിളിച്ചോണ്ട് വരാന്ന് വെച്ചാ ഏത് കുഴിമാടം? 59 വെള്ളപ്പൊക്കത്തിന് മുതല പിടിക്കില്ലായിരുന്നു അങ്ങനെ. എന്താണ് പറഞ്ഞേ? കുട്ടപ്പായോട് കളിച്ച് കളിച്ചോണ്ട് തെപ്പിയാന്നിരിക്കും തേണ്ടി. പോടാ. എന്താ കുട്ടപ്പായത്? എന്തിനൊരു സമാധാനം? നീ വാ, ഞാൻ പറഞ്ഞ കേൾക്ക്. വാടാ. കളക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് ഇടപെടാൻ പറ്റില്ല. അതിപ്പോ പ്രൈവറ്റ് വഴിയാ. നിങ്ങൾ ഉടമസ്ഥന്മാർ തമ്മിൽ തീർക്കുന്നതാ നല്ലത്. ഞാനൊരു അതിക്രമം അങ്ങ് ചെയ്യും. സാറ് പോലീസിനെ പട്ടാളത്തിനെയൊക്കെ ആയിരുന്നാ മതി. ഒരു മയത്തിലൊക്കെ വേണേ. അതൊക്കെ ഞാൻ ഏറ്റു. അപ്പൊ വരട്ടെ. മോളിലുള്ള പിള്ളേരെ നീ വിളിച്ചോ. ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. കാശ് വെച്ചാണെന്ന് പറയണം. എല്ലാം ഞാൻ ഏറ്റു. ജെയിംസേ, എടാ ജെയിംസേ, എടാ ഊളം ജെയിംസേ, വാ. സിനിമ മറ്റവൻ എവിടെ? രാജുവിന്റെ മുറിയിൽ. വാടൻ പൂട്ടി പൂട്ടി. വാ. ആ തുടങ്ങാം. നിനക്കൊക്കെ വേണ്ടി വളരെ പാടുപെട്ടാ ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലേ ഒന്ന് വേഗം ശരിയാ. നീ കയറ്റി വിട്ടോടാ. എല്ലാം മര്യാദ. ശരി. പടം കണ്ടേച്ച് വാടന്റെ അടുത്ത് വല്ലതും എന്ന് പറഞ്ഞ നിന്റെയൊക്കെ അവസാനമായിരിക്കും. ഇല്ല ഇല്ല. എടുക്കട 5 രൂപ.
എന്റെ അളിയാ ചുമ്മാ ഇരി. ഇത് വലിയ കോടാലിയാ. അച്ചോ അത് അവന്മാരെ നമ്മളെ പറ്റിച്ചാണ് അച്ചോ. ഇത്ര വൃത്തികെട്ട സിനിമയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചോ തൊലി പൊള്ളിപ്പോയി. അച്ചോ ഈ ആണും പെണ്ണും കൂടെ ഒരുമാതിരി. അല്ലച്ചോ ഈ തിയേറ്ററിൽ പോയി കിടന്ന് തള്ളി സിനിമ കണ്ടല്ലോ എന്ന് കരുതിയാ ഞങ്ങള്. അത് മാത്രമല്ല അച്ചോ, തച്ചോളി അമ്പൂന്ന കാസറ്റിൽ എഴുതിയിരുന്നത് ഒക്കെ കാണാലോ എന്ന് കരുതി കാസറ്റ് ഇട്ട് നോക്കിയപ്പോഴാ വേറെ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ ദാ ഇനി മേലാലി ഇത്തരക്കാർക്കുള്ള സ്ഥലം എവിടെയാണെന്ന് അറിയോ? ഇല്ല ആർക്കും അറിയില്ലേ? എനിക്കറിയാം. എന്തിനാടാ പേടിക്കുന്നത്? നമുക്ക് കുട്ടപ്പാച്ചാനെ പോയി കാണാം. അച്ചായം പണ്ട് കൂപ്പലേലത്തിന് പോയി പണിക്കര ആൾക്കാരുമായിട്ട് അടിയും തല്ലും ഉണ്ടാക്കി നിലം തൊടാകുന്നപ്പോ നമ്മൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിയാ. ഇന്ന് നമുക്കൊരാപത്ത് വന്നപ്പോ സഹായിക്കാനുള്ള ധാർമ്മിക ബാധ്യത അങ്ങേർക്കുണ്ട്. ആ വാ. ആ ഇതാരാ ഇത്? മാത്തപ്പനോ? മലബാറിൽ നിന്ന് എപ്പോഴാ വന്നേ? അപ്പച്ചായത് ഞാനാ കുട്ടപ്പായി. കണക്കൊണ്ടതിനുണ്ട്. സന്ധ്യയായാ പിന്നെ ആളും തരവൊന്നും തിരിച്ചറിയാൻ മേല. ആകെ ഒരു മൂടലാ. അപ്പച്ചനെ ആ ഐ സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിക്കണം. ആ ഗ്ലാസിന്റെ പവർ വ്യത്യാസം വന്നിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഇപ്പൊ ഈ കണക്ക് പുസ്തകം കൊടുക്കുമ്പോ കണ്ടോ എല്ലാം കറക്റ്റ് ആയിട്ട് ഫോക്കസ് ആവും. അവനവന്റെ മുതല് അവനവൻ തന്നെ കട്ട് തിന്നുന്ന തരത്തിലുള്ള മക്കൾ ഉണ്ടായാല് എല്ലാം താനെ ഫോക്കസ് ആകുവടാ. ഈ അപ്പച്ചനെ കെവിയേക്കാൻ പാടെന്നൊക്കെ പറയുന്നത് വെറും പുളൂസാ. കണക്ക് പുസ്തകം എല്ലാം ഇങ്ങനെ കൊണ്ടുപോടാ. ഓ മോളെ എന്തോ? കുട്ടപ്പായി എന്ത്? ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് കണക്ക് നോട്ടോ അമ്മച്ചി. എന്റെ മാതാവേ, എന്നൊരു പുകയിലായിരിക്കും. ഇതേതാടാ ഈ ഈട്ടിത്തടി? 4200 കണ്ടിയുള്ള ഈട്ടിത്തടി എവിടെടാ നമ്മുടെ മില്ലില്? അത് അപ്പച്ചാ മില്ലിന്റെ കിഴക്കേ മൂലയ്ക്ക് കിടപ്പുണ്ട്. മില്ലിന്റെ കിഴക്കേ മൂല കിടക്കുന്ന കുറെ കുശിത്ത തെങ്ങും തടിയല്ലേ? എനിക്കിതാ പിടിക്കാത്തത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ എന്റെ മുതൽ ഞാൻ തന്നെ കക്കു അപ്പച്ച. അത് തന്നെയാടാ കുരുത്തം കെട്ടവനെ ഞാനും ചോദിക്കുന്നത്. ഒന്നിയിൽ അങ്ങനെ ഒരു തടി മില്ലിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നീ അത് വിഴുങ്ങി. അതിന്റെ കാശ് ഈ ബുക്കിലില്ല. അപ്പച്ച ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഞാന് നിന്റെ പേര് കണക്കെഴുതാൻ പോവാ. കുട്ടപ്പായി പറ്റ് മോളിക്കുട്ടി 25,100 അതാരാ വന്നിരിക്കുന്ന നോക്കി. രൂപ. എന്താ? കുട്ടപ്പാച്ചാനുണ്ടോ? എന്തിനാ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ തടിയോ? ഈ തടി ആ തടിയും കൂടെ ചേർത്തുള്ള വിലയാ ഈ തടി എഴുതിയിരിക്കുന്നത്. പക്ഷെ ഈ തടി ആ ഹോസ്റ്റലിലെ പിള്ളേരാ എന്തോ പ്രശ്നം ഉണ്ടാക്കിട്ടാ. ഹോസ്റ്റലിൽ എന്നാ കുഴപ്പം? എന്നതാടാ ഹോസ്റ്റലില്? അയ്യോ ഒരു കുഴപ്പമില്ല. വാ. കൊച്ചു പിള്ളേരുമായിട്ടൊരു കമ്പനി. നാണമില്ലല്ലോ. അച്ചായന്റെ ബലത്തിൽ അവന്മാര് കിടന്ന് കളിക്കുന്നത്. പള്ളിയിൽ ഓരോരുത്തർ പറയുന്നത് കേൾക്കണം. ഇവന്മാര് കാരണം പെമ്പിള്ളേർക്ക് കോളേജിൽ പോകാൻ വയ്യാതിരിക്കുക. നീ ഒന്ന് പൊടി കൊടുന്നു. ഞാൻ പറയാനുള്ളൂ പറഞ്ഞു. ഇനി അച്ചായന്റെ ഇഷ്ടം. ഓ എന്താ പതിരാക്കി വെട്ടിങ്ങടൊക്കെ കേട്ടു? എന്തുവാടാ ഹോസ്റ്റലിൽ പ്രശ്നം?